കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കേന്ദ്രഭരണം ബിജെപിക്ക് ലഭിക്കുകയും അതിന്റെ തുടർച്ച ഉണ്ടാവുകയും ചെയ്യുന്നത് പോലെ ഒറ്റപ്പാലത്തും മാറ്റം വരുമെന്ന് ഒറ്റപ്പാലത്തെ ബിജെപി സ്ഥാനാർത്ഥി മേജർ രവി. കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കേന്ദ്രഭരണം ബിജെപിക്ക് ലഭിക്കുകയും അതിന്റെ തുടർച്ച ഉണ്ടാവുകയും ചെയ്യുന്നത് പോലെ ഒറ്റപ്പാലത്തും മാറ്റം വരുമെന്ന് ഒറ്റപ്പാലത്തെ ബിജെപി സ്ഥാനാർത്ഥി മേജർ രവി. ഇതുപോലെ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ എന്നും കോൺഗ്രസിന്റെ കൂടെ നിന്നാണ് 10-70 വർഷത്തോളം. അതാണ് മാറിയിട്ട് പെട്ടെന്ന് BJP എടുത്തതിന് ശേഷം ഇപ്പം ആ ജനങ്ങൾ BJP 12 വർഷമായിട്ട് വിട്ടിട്ടില്ല. ഇനിയും 15 വർഷം കഴിഞ്ഞ് പിന്നെയും അത് തന്നെ വരും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങളത് മനസ്സിലാക്കി. ഒരേ ആളുകൾ തന്നെ ഭരിക്കുന്നത്, നമ്മൾ അവരുടെ കൂടെ തന്നെ നിന്നിട്ട് അത് മടുത്തിട്ടാണ് പിന്നീട് BJPയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ BJP സെൻട്രൽ ഇന്ത്യയിൽ മുഴുവൻ അവരുടെ പ്രഭാവം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റപ്പാലത്ത് എന്തുകൊണ്ടായിക്കോട്ടെ? ജനങ്ങൾ തിരഞ്ഞെടുത്താൽ സിനിമ മാറ്റിവെക്കുമെന്നും ജനങ്ങളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം തന്റെ സ്വപ്ന സിനിമയായ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്യുമെന്നും മേജർ രവി വ്യക്തമാക്കി. ഒരു പ്രാവശ്യം നിങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ കുടുംബത്തോടല്ല, പിന്നീട് നിങ്ങൾ ജനങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. അപ്പം അതുകൊണ്ട് തിരഞ്ഞെടുത്താൽ പിന്നെ സിനിമയോടെ മാറ്റിവെക്കും. അത് കാരണം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ മാർഗമില്ല. കാരണം അവർ തിരഞ്ഞെടുത്താണ്. അപ്പം അവരെ ചതിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു സിനിമൻ്റെ ആഗ്രഹമുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള സിനിമ ചെയ്യണമെന്നുള്ളതും. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 10-40 ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് വരാൻ പറ്റുന്ന രീതിയിൽ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതിന് ശേഷം ഞാൻ അവരോട് സമ്മതം ചോദിച്ചുകൊണ്ട് അവർ സമ്മതിച്ചാൽ ഓക്കെ, ഞാൻ പോയി ചെയ്യും. ഇല്ലെങ്കിലും അത് വിടാം.